നെല്ല് കൊണ്ടുവരുന്നവന് മീൻ കൊടുക്കുകയും മീൻ കൊണ്ടുവരുന്നവന് വസ്ത്രങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്ന ബാർട്ടർ സമ്പ്രദായ കാലത്ത് പഴയ കൊച്ചി മഹാരാജാക്കന്മാരുടെ പാരമ്പര്യ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരാണ് ഈ മാറ്റച്ചന്ത തുടങ്ങി വെച്ചിട്ടുള്ളത്. പെരുമ്പാവൂരിൽ നിന്ന് വരെ ആളിവിടെ എത്തുമായിരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് വരെ കുടുംബങ്ങൾ, പല കുടുംബങ്ങൾ പാലിയത്തെ കുടുംബത്തെ ഈ തുടക്കത്തിലെ പ്രവർത്തനം കാണാനായിട്ട് ഇവിടെ എത്തുമായിരുന്നു. അന്ന് നാണയവ്യവസ്ഥിതി നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ബാർട്ടർ സിസ്റ്റമായിരുന്നു നിലനിന്നിരുന്നത്. The sound you hear, that's the Makudam, a sharp rhythmic beat that once announced the start of a market where money had no place. In Chendamangalam, this was the call of the Matachanda, a Vishu market rooted in the barter system. Under the patronage of Palyam household, people gathered here to exchange what they had for what they needed. കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കാലത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചന്ത ഇവിടെ ആരംഭിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് പ്രധാനമായും അന്ന് പ്രാമുഖ്യം കൊടുത്തിരുന്നത്. കാരണം വിഷുമാറ്റച്ചന്ത കഴിഞ്ഞാൽ പിറ്റേ മാസം മുതൽ മഴ ആരംഭിക്കുകയാണ്. അപ്പോൾ കാർഷിക സാമഗ്രികൾ ഈ നിലവിൽ അന്ന് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്ത് നമ്മൾ വള്ളങ്ങളിലും അതുപോലെ തന്നെ കാളവണ്ടിയിലും കൈവണ്ടിയിലുമെല്ലാമാണ് മാറ്റച്ചന്തയിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ ഈ മാറ്റച്ചന്ത തുടങ്ങുന്നതിന് 2-3 ദിവസം മുമ്പ് തന്നെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ മകുടം കൊട്ടി അത് ഈ മാറ്റച്ചന്തയുടെ വരവ് അറിയിക്കുമായിരുന്നു. അങ്ങനെയാണ് മാറ്റച്ചന്തയിലേക്ക് ജനങ്ങൾ തടിച്ചു കൂടിക്കൊണ്ടിരുന്നത്. Farmers arrived with their harvest. In return, they took home utensils, baskets, tools, and everyday essentials. The market stretched across 2 days and nights, known as Cheriyamattam and Valiyamattam. അന്ന് ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് സാധനങ്ങൾ മാറ്റമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നെല്ല് കൊണ്ടുവരുന്നവന് മീൻ കൊടുക്കുകയും മീൻ കൊണ്ടുവരുന്നവന് വസ്ത്രങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്ന ബാർട്ടർ സമ്പ്രദായ കാലത്ത് പിന്നീടത് പണനയമെല്ലാം വന്നപ്പോൾ ഇപ്പോൾ പണം ഉപയോഗിച്ച് തന്നെയാണ് മാറ്റച്ചന്തയിൽ വിഭവങ്ങൾ നാം വാങ്ങുന്നതും കൊണ്ടുപോകുന്നതും. And it was the Makudam made from coconut shell and animal skin that carried the announcement far and wide. പെരുമ്പാവൂരിൽ നിന്ന് വരെ ആളിവിടെ എത്തുമായിരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് വരെ കുടുംബങ്ങൾ, പല കുടുംബങ്ങൾ പാലിയത്തെ കുടുംബത്തെ ഈ തുടക്കത്തിലെ പ്രവർത്തനം കാണാനായിട്ട് ഇവിടെ എത്തുമായിരുന്നു. But that system has since changed. Today, Matachanda is no longer about barter. It has evolved into a lively seasonal fair where vendors from nearby regions set up stalls selling handicrafted goods, local produce, and traditional items. ഉണക്കമീൻ, മത്സ്യങ്ങൾ, അതുപോലെ ചെമ്മീൻ, അങ്ങനെയുള്ള മീൻ ഉൽപ്പന്നങ്ങൾ, അത് ഉപ്പിലിട്ട് ഉണക്കിയത്, അത് നശിഞ്ഞു പോകാതെ ഉപ്പിലിട്ട് ഉണക്കിയ വസ്തുക്കളൊക്കെ ഇവിടെ കച്ചവടത്തിന് എത്തുന്നുണ്ട്. ഇതാണ് ശരിക്കും നാച്ചുറൽ ഫൈബറിൻ്റെ കളർ. ഇതാണ് ഇത് ഞങ്ങൾ കളർ ചെയ്തിട്ട് വേറൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാം, അതേപോലെ തന്നെ കളർ ഇതുപോലെ വേറൊരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ചെടി വെക്കാനും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടും പിന്നെ മറ്റേ പർപ്പസുകളൊക്കെ ഉണ്ട്. നമുക്ക് ന്യൂസ് പേപ്പറോ മറ്റെന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിനോട് കുറച്ച് കിടപിടിക്കാനുള്ള. പഴയ കൊച്ചി മഹാരാജാക്കന്മാരുടെ പാരമ്പര്യ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരാണ് ഈ മാറ്റച്ചന്ത തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് നാണയവ്യവസ്ഥിതി നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ബാർട്ടർ സിസ്റ്റമായിരുന്നു നിലനിന്നിരുന്നത്. സാധനങ്ങൾക്ക് പകരം സാധനം. പിന്നീട് നാണയവ്യവസ്ഥിതി വന്നപ്പോൾ നാണയ വിനിമയം രീതി അവലംബിച്ച് ഈ മാറ്റച്ചന്ത തുടർന്നു വന്നു. അതിന് വളരെ പ്രസിദ്ധി ആർജിച്ചപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പാരമ്പര്യമായുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിലായിട്ടാണ് മാറ്റച്ചന്ത നടന്നു വന്നിരുന്നത്.
Walk through it now and you will find clay and porcelain utensils, bamboo baskets, wooden spoons, palm leaf fans, and an array of kitchen tools. There are dry fish and prawns, chicken and duck, vegetables, flowers, and rows of local mangoes in season. And still the Magudam remains. Made and sold right here at the Chanda, it stands as a symbol of living tradition. Once used to announce the market, it now echoes through a space that continues to celebrate local making as much as local trade. A market that has changed with time, yet continues to bring together craft, community, and memory every Vishu.